കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി നോക്ക്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. സേവ് ചെയ്ത് വെച്ചാൽ നോമ്പിനൊക്കെ ഉപകാരപ്പെടും. ചിക്കന്റെ മീറ്റ് മാത്രമായിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണേ. ഇനി അതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വിനാഗിരിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരപ്പൊടി, ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കോൺഫ്ലോറും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 30 മിനിറ്റ് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നമുക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് അടുത്തൊരു പണി ചെയ്യാൻ പോവാം. ഇത് നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലീഫാണ് കേട്ടോ. അപ്പൊ ഇതിനെ നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ മസാലയൊക്കെ ഇട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അതിന് ഓരോ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ച് ഇതുപോലെ പിടിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു രൂപത്തിലായിരിക്കും സംഭവം കിട്ടുന്നത്. ഇതെല്ലാം പിടിച്ചെടുത്തതിന് ശേഷം പാനിൽ ഓയിൽ ഒഴിച്ച് നമുക്ക് ഓരോന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ എടുത്ത് വെച്ച് കഴിച്ചു നോക്കിയാൽ നല്ല കിട്ടില്ല ടേസ്റ്റ് ആണ്. നോമ്പ് തുറക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കൂടെ ഇത്തിരി ടൊമാറ്റോ സോസോ മയോനൈസോ ഒക്കെ ഉണ്ടെങ്കിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചാൽ കുറച്ചുകൂടെ അടിപൊളിയാണ്.